ഞാൻ ഈ ബഡ്ജറ്റിനെ പിന്തുണയ്ക്കുകയാണ്. പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സർവതല സ്പർശിയും വികസനോന്മുഖവുമായ ഒരു ബഡ്ജറ്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. ഉയർന്ന പൊതുക്കടം, വർദ്ധിച്ചു വരുന്ന ചെലവുകൾ, പരിമിതമായ ധനകാര്യ വിഹിതം എന്നീ വെല്ലുവിളികൾക്കിടയിലാണ് ഈ ജനപ്രിയ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്തെ ഗുരുതര സാമ്പത്തിക സാഹചര്യം ധവളപത്രത്തിലൂടെ വെളിപ്പെട്ടതാണ്. ചാലക്കുടിയുടെ ദീർഘകാല ആവശ്യമായ റവന്യൂ ടവറിന് 11 കോടി രൂപയും, പനമ്പള്ളി ഗോവിന്ദമേനോൻ സ്മാരകത്തിന് 1 കോടി രൂപയും, അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പ്രകൃതി സൗഹൃദ ലൈറ്റിംഗ് പദ്ധതിക്കായി 5 കോടി രൂപയും ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ അനുവദിച്ചതിന് ചാലക്കുടിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പറഞ്ഞ വാക്കിന് മൂല്യവും ഉറപ്പുമുണ്ടെന്ന് ജനങ്ങളോട് വ്യക്തമാക്കിയാണ് ഈ സർക്കാർ അധികാരമേറ്റത്. സർക്കാരിൻ്റെ മധുവിധ കാലത്ത് തന്നെ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ കാണിക്കുന്ന ശ്രമം ശ്ലാഘനീയമാണ്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്ന വാഗ്ദാനം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പാലിച്ചു. വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി ബഡ്ജറ്റിൽ 10 കോടി രൂപയും അനുവദിച്ചു. സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര എന്ന വാക്ക് പാലിച്ചു. ഇതിനായി ബഡ്ജറ്റിൽ 600 കോടി രൂപ നീക്കിവച്ചു. അടിസ്ഥാന തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്കും ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും തുടങ്ങി എല്ലാ സ്ത്രീകൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ സുരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി രോഗികൾക്കും ജീവിത സായാഹ്നത്തിൽ എത്തി നിൽക്കുന്ന വയോജനങ്ങൾക്കും ഏറെ ആശ്വാസം പകരും. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതിലൂടെ UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി വാഗ്ദാനമാണ് നടപ്പിലാവുന്നത്. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്നത് 10 കോടി രൂപയാണ്. സാധാരണക്കാരെ കേൾക്കുന്ന, ചേർത്തുപിടിക്കുന്ന സർക്കാർ ആശാ വർക്കർമാർ, അംഗനവാടി ടീച്ചർമാരുടെയും ഓൺലൈൻ വർദ്ധിപ്പിച്ചതും ഇതിന്റെ ഭാഗമാണ്. ഒരു പുതുയുഗ കേരളം സൃഷ്ടിക്കപ്പെടും എന്ന പ്രതീക്ഷയാണ് ഈ ബഡ്ജറ്റ് നൽകുന്നത്. സർ, സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മാരക രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവർക്കും കൈത്താങ്ങാകുന്നതിന് വൺ കേരള കരുതൽ മിഷൻ എന്ന പേരിൽ നൂതന പദ്ധതി പ്രഖ്യാപിക്കുകയും പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപയും വകയിരുത്തിയിട്ടുള്ളത് പ്രശംസനീയമാണ്. രാജ്യാന്തര പ്രതിസന്ധി കാരണം തിരികെ എത്തുന്ന പ്രവാസികളെ ബാധിതയായി കാണാതെ കേരളത്തിന്റെ വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ബഡ്ജറ്റിലെ പല പ്രഖ്യാപനങ്ങളും. പ്രവാസി നിക്ഷേപ ഫണ്ട് രൂപീകരിക്കുന്ന പ്രഖ്യാപനം ശ്രദ്ധേയമാണ്. കേരളത്തിന്റെ പരമ്പരാഗത ഭക്ഷണങ്ങളെയും പാചക പാരമ്പര്യത്തെയും സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വികസിപ്പിക്കാനുമായി പാചക ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനുള്ള ബഡ്ജറ്റ് നിർദ്ദേശനം അഭിനന്ദനാർഹമാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കനുസൃതമായി യുവജനങ്ങളെ സജ്ജരാക്കുന്നതിനുള്ള വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങളുടെ പ്രഖ്യാപനങ്ങൾക്കും പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കും വലിയ പ്രാധാന്യമാണ് ബഡ്ജറ്റിൽ നൽകിയിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കാകെ 1477.57 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ വലയുന്ന മലയോര മേഖലയ്ക്ക് ആശ്വാസമാണ് ഈ ബഡ്ജറ്റ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് ആധുനിക സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി 192.20 കോടി രൂപയാണ് ബഡ്ജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത്. വന്യമൃഗശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ കൂടുതൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ വിന്യസിക്കുമെന്ന പ്രഖ്യാപനവും കടുവ, പുലി എന്നിവയുടെ സെൻസസ് നടത്തുകയും മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യുന്ന പ്രഖ്യാപനവും സ്വാഗതാർഹമാണ്. കേരളത്തെ ഗോൾഡ് ഹബ്ബാക്കുമെന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമായാൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണാഭരണ നിർമ്മാണ യൂണിറ്റുകൾ തുറക്കുന്നതിന് കളമൊരുങ്ങും. വൻതോതിൽ നിക്ഷേപമെത്താനും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാനും കേരള തനിമയുള്ള ആഭരണ ഡിസൈനുകൾ ലോകതലത്തിലേക്ക് എത്താനും ഇത് സഹായിക്കും. കേരളത്തിന്റെ സ്വർണ്ണാഭരണ നിർമ്മാണ കേന്ദ്രമായ തൃശ്ശൂരിനെയും കൊച്ചിയെയും ബന്ധിപ്പിച്ച് ആഭരണ നിർമ്മാണ ഇടനാഴി സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഈ മേഖലയ്ക്കും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഏറെ ഗുണം ചെയ്യും. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകിയത് ഈ സർക്കാരിന്റെ ചരിത്രപരമായ തീരുമാനമാണ്. വ്യവസായ പദവി ലഭിക്കുന്നതോടെ
സിനിമയുടെ സമസ്ത മേഖലകളിലും വളർച്ചയ്ക്ക് കളമൊരുങ്ങും. നഷ്ടത്തിൽ ഉഴലുന്ന ചലച്ചിത്ര രംഗത്തിന് ജീവശ്വാസം കിട്ടും. ഈ ചുവടുവെപ്പ് കാലത്തിന്റെ ആവശ്യം കൂടിയായിരുന്നു. ആയിരങ്ങൾക്ക് അന്നമേകുന്ന ഒരു വലിയ തൊഴിലിടത്തിന് അർഹമായ പരിഗണന ലഭിച്ചു എന്നത് നിസ്സാര കാര്യമല്ല. അതുപോലെ തന്നെ മലയാള സിനിമയുടെ പിതാമഹൻ ശ്രീ JC ഡാനിയലിന്റെ പേരിൽ കൊച്ചിയിൽ ഫിലിം സിറ്റിക്കായി 100 കോടി വകയിരുത്തിയ തീരുമാനവും സിനിമാ മേഖലയോട് ഈ സർക്കാരിനുള്ള കരുതലിന്റെ മറ്റൊരു അടയാളമാണ്. അന്തരിച്ച നടൻ സലീം കുമാറിനായി എറണാകുളത്ത് സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തിയതും ജോൺസൺ മാഷിന്റെ പേരിൽ തൃശൂരിൽ മ്യൂസിക് അക്കാദമി ആരംഭിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തിയതും സ്വാഗതാർഹമാണ് സാർ. ചാലക്കുടിയിലെ അതുല്യ കലാകാരൻ കലാഭവൻ മണിയുടെ പേരിലുള്ള സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൂടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പൊതുഗതാഗത മേഖലയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി സ്റ്റേറ്റ് കാരേജ് ബസ്സുകൾക്ക് വലിയ ആശ്വാസമേകുന്ന പ്രഖ്യാപനമാണ് ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വാഹനങ്ങളുടെ നിലവിലെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് അനുവദിക്കാൻ തീരുമാനിച്ചത് സ്വാഗതാർഹമാണ്. ഇലക്ട്രിക് വാഹന ഉപയോക്താക്കളുടെ നികുതി കുറവും എടുത്തു പറയേണ്ടതാണ്. പട്ടയഭൂമിയിൽ നിലവിലുള്ള നിർമ്മാണങ്ങൾ ഉപാധിരഹിതമായി ക്രമവൽക്കരിച്ച് നൽകുമെന്ന പ്രഖ്യാപനം അഭിനന്ദനാർഹമാണ് സാർ. വർഷങ്ങളായി പട്ടയമില്ലാതെ 3 തലമുറകളായി ഇറിഗേഷൻ ഭൂമി, വനഭൂമി അടക്കം താമസിക്കുന്നവരെ പട്ടയം കൊടുക്കുന്നതിനും പട്ടയഭൂമിയിൽ കർഷകർ വെച്ചുപിടിപ്പിച്ച മരങ്ങൾ മുറിക്കുന്നതിനുള്ള നടപടികൾ, അവർക്ക് അനുമതി കൊടുക്കുന്നതിനുള്ള നടപടികൾ കൂടി സ്വീകരിക്കണം സാർ. നിലവിൽ കൊച്ചി മെട്രോയുടെ 3ാം ഘട്ടം അങ്കമാലി വരെയാണ്. 3ാം ഘട്ടം ഇൻഫോ പാർക്ക് 4ാം ഫേസായി ഉയർത്തിയ കൊരട്ടി വരെ നീട്ടുന്നുള്ള നടപടികൾ സ്വീകരിക്കണം സാർ. മുൻപൊരു ഗവൺമെന്റും നേരിടാത്ത വിധത്തിലുള്ള ധനപരമായ വെല്ലുവിളികളും സാമ്പത്തിക പ്രയാസങ്ങളുമാണ് ഈ ഗവൺമെന്റ് അഭിമുഖീകരിക്കുന്നത്. എന്നിട്ടും 1 രൂപയുടെ പോലും നികുതി വർദ്ധിപ്പിക്കാതെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പുതുയുഗ കേരളം സൃഷ്ടിക്കാനുള്ള പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് നിക്ഷേപങ്ങൾ വർദ്ധിപ്പിച്ച് അതുവഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് ഖജനാവ് നിറയ്ക്കാനാണ് ഈ ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നത്. ഖജനാവിൽ എത്തുന്ന പണം ഉപയോഗിച്ച് സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം നടത്തുകയും സാധാരണക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചേർത്ത് നിർത്തുകയുമാണ് ഈ ബഡ്ജറ്റിന്റെ വിശാലമായ ലക്ഷ്യം. സാർ, വർഷങ്ങളായി കേരളത്തിന്റെ ആവശ്യമാണ് എയിംസിന് വേണ്ടി ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ വർഷക്കാലം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എയിംസിന് അനുയോജ്യമായ സ്ഥലം ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ കൊരട്ടിയിൽ സർക്കാരിന്റെ തന്നെ കൈവശമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കയ്യിൽ 250 ഏക്കർ ഭൂമി നിലവിലുണ്ട്. ഒരു ഭൂമി പോലും അക്വയർ ചെയ്യാതെ, പ്രത്യേകിച്ച് കാസർഗോഡ് മുതൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മുതൽ വരെയുള്ള ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു പ്രദേശമാണ്. കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന, അതിനനുകൂലമായ അല്ലെങ്കിൽ ഈ നാടിന് ഏറ്റവും ആവശ്യമായ എയിംസ് സ്ഥാപിക്കാൻ കൊരട്ടിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൂടി ഈ ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. ഈ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയോടുകൂടി ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ആ അർത്ഥത്തിൽ ഇവിടെ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിനെ ഞാൻ പിന്തുണയ്ക്കുന്നു സാർ.